ദിവസം തങ്കൂസിൻ്റെ തുമ്പിച്ചിട്ട് വന്നിട്ടോ. അപ്പോൾ അതിൻ്റെ കോപ്രായം കാണിക്കണേ കേട്ടോന്ന്. അവളെ നിലത്തിരുത്തില്ല വന്നു കഴിഞ്ഞാൽ, അവളുടെ മേത്തൊന്നും ഇറങ്ങില്ല, അങ്ങനെയൊക്കെയാണ്. അവനും നോക്കിക്കഴിയുമ്പോൾ അവളും കുഞ്ഞല്ലേ, അപ്പോൾ കളിക്കാനൊക്കെ ഒരു കൂട്ടുള്ള പോലെ അവനിഷ്ടം അവളുടെ കൂടെ കളിക്കാനും. അവളും അവളെ ഇച്ചിരി നേരം പോലും ഇരുത്തില്ല. മാന്തി പറിച്ച് മൂക്കിലെ തൊലിയും കളഞ്ഞ്, കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കയ്യിലെ നഖമൊക്കെ വെട്ടിക്കളഞ്ഞതാണ്. എങ്കിൽ പോലും അതിനകത്ത് എങ്ങനെയാണ്ട് അവൾ നള്ളി പിടിച്ചെങ്ങാണ്ടും മൂക്കിലെ തൊലി കളഞ്ഞു. അവളുടെ മേത്ത് കയറണ കണ്ടപ്പോൾ ഞാൻ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോടത്തുള്ള കലി കാണിക്കണേ കേട്ടോ. അപ്പോൾ അവൾ വന്നപ്പോൾ ഇച്ചിരി ഇരുമ്പുളി കൊണ്ടുവന്നു. എനിക്കത് അരിഞ്ഞ് ഉണക്കി അച്ചാറിടാൻ വേണ്ടിയിട്ട്. പിറ്റേ ദിവസത്തെ രാവിലത്തെയാണ് കേട്ടോ. കുറേയൊക്കെ മിസ്സായി പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവൻ ഉറങ്ങിക്കിടന്ന സമയത്ത് ഞങ്ങളൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ണെഴുതിച്ചാട്ടോ. കുഞ്ഞുവാവി അറിഞ്ഞപ്പോൾ പോലും ഞാനങ്ങനെ കണ്ണെഴുതിച്ചിട്ടില്ല ഉണ്ടാക്കി കിടന്ന സമയത്തൊക്കെ. അപ്പോൾ വല്ലപ്പോഴും എഴുതിച്ചാലേ ഉള്ളൂ. അപ്പോൾ എണീച്ച വഴി അച്ചക്കൊച്ചിൻ്റെ കൂടെ പോയി ഇരിക്കണേ കേട്ടോ. ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ച ഒരു റെഡിമെയ്ഡ് ചിരിയല്ലേ കാണണേ, അങ്ങനെയൊക്കെ അവൻ ചിരിക്കുള്ളൂ, റെഡിമെയ്ഡ് ചിരി. അപ്പോൾ ഇപ്പോൾ അമ്പുട്ടും ചുമ്മാ പയ്യൊക്കെ നടക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തെറിച്ച് പോകും കേട്ടോ. അപ്പോൾ ഞാനത് ഈ ബെഡ്ഷീറ്റ് കണ്ടോ, ഈ ബെഡ്ഷീറ്റ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല ബെഡ്ഷീറ്റാണ്, നല്ല അടിപൊളി ബെഡ്ഷീറ്റ്. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്നാണ് കേട്ടോ. അപ്പോൾ തുമ്പിച്ചിട്ടുള്ള കാരണം അവന് സമയം പോവും, അവർ രണ്ടുപേരും കളിച്ചൊക്കെ നടന്നോളൂ. അപ്പോൾ ആ മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഇച്ചിരി നേരം അവനൊന്ന് ഉറങ്ങിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം അവൾ പോയിട്ടോ. അത് അച്ചക്കൊച്ച എന്നാണ്ട് ചിന്തിച്ചിരിക്കുക. അപ്പോൾ രാത്രിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, പുറത്തുനിന്ന് ഒന്ന് കഴിക്കാമെന്ന് ഓർത്ത്. അവനെങ്ങോട്ട് കഴിക്കാനിരിക്കണ ഇച്ചിരി പാടാണെങ്കിൽ പോലും അവനും വാങ്ങിയിട്ടോ. അവനൊരു ഇടിയപ്പം പറഞ്ഞു. ഞങ്ങൾ എന്നതാ പറഞ്ഞ് പൊറോട്ടയും എന്നായിരുന്നു, പിന്നെ പെപ്പർ ചിക്കനും ആണ് കേട്ടോ പറഞ്ഞ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കണം. കുറച്ച് നേരമൊക്കെ പിടിച്ചിരുത്തിയൊക്കെ നോക്കി. അത് കഴിഞ്ഞ് അവനെ ഇറങ്ങിപ്പോണം, എന്തൊക്കെ വേടായിരുന്നു. എന്നിട്ട് പിന്നെ അവന് ഇച്ചിരി പൊറോട്ടയും ഇടിയപ്പം ഇച്ചിരി നുള്ളി കൊടുത്ത് അങ്ങനെ സമാധാനത്തോടെ അവിടെ ഇരുത്തി.